നമസ്കാരം. ദ്വിദിന സന്ദർശനത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കശ്മീരിൽ എത്തുകയാണ്. 1500 കോടി രൂപ ചിലവിൽ 84 വികസന പദ്ധതികൾക്കും 2 ദിവസങ്ങളിലെ സന്ദർശനത്തിനിടയിൽ അദ്ദേഹം തറക്കല്ലിടുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി യുവാക്കളുടെ ശാക്തീകരണവും ജമ്മു കാശ്മീരിന്റെ പരിവർത്തനവും എന്ന പരിപാടിയും അദ്ദേഹം അഭിസംബോധന ചെയ്യും എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. കാർഷിക മേഖലകളെ മെച്ചപ്പെടുത്തുന്നതിനായുള്ള പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് ജമ്മു കാശ്മീരിൽ തുടക്കം കുറിക്കും. തുടർന്ന് നാളെ ശ്രീനഗറിലെ SKICCയിൽ നടക്കുന്ന 10ാമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിലും അദ്ദേഹം മുഖ്യ നേതൃത്വം നൽകുന്നതായിരിക്കും. ഇവിടെ വെച്ച് അദ്ദേഹം സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും എന്നുകൂടി PMO അറിയിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ജമ്മു കാശ്മീർ സന്ദർശനത്തിന് മുന്നോടിയായി നിലവിൽ കനത്ത സുരക്ഷയാണ് ശ്രീനഗറിൽ ഒരുക്കിയിരിക്കുന്നത്. മൾട്ടി ലെയർ സുരക്ഷാ കവചമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. താൽക്കാലിക റെഡ് സോണുകളായി പ്രദേശങ്ങളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും അതിനോടൊപ്പം തന്നെ പരിശോധനകളും നിരീക്ഷണങ്ങളും ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നും പോലീസ് പറഞ്ഞിരിക്കുന്നു. നിലവിൽ മോദിയുടെ ജമ്മു കാശ്മീരിലേക്കുള്ള സന്ദർശനത്തിന് പല മാനങ്ങളുണ്ട് എന്ന് തന്നെ വേണം കണക്കിലാക്കാൻ. വെറുമൊരു യോഗാ ദിനാചരണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പദ്ധതികൾക്ക് തറക്കല്ലിടുന്നതിന് വേണ്ടിയോ ആയിരിക്കില്ല മോദി എത്തുന്നത്. ഇത്തരത്തിലുള്ള ഒരു അഭ്യൂഹം ഉയർന്നു വരാനും പ്രധാനമായ കാരണമുണ്ട്. കാരണം ബാലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കിന് മുൻപും മോദി കാശ്മീരിൽ എത്തിയിരുന്നു എന്ന കാര്യം നമുക്കറിയാം. സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴുള്ള സന്ദർശനവും അങ്ങനെ ഒരു തലത്തിലേക്ക് പോകുമോ എന്ന ചില ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് പുതിയ സർക്കാർ അധികാരത്തിലേറി ഏതാനും ദിവസങ്ങൾ, ഒരുപക്ഷെ മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ് കശ്മീരിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടായത്. ഈ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആര് എന്നതിന്റെ കൃത്യമായ വിശദാംശങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പക്കൽ ഉണ്ട് താനും. മാത്രമല്ല 50ഓളം ആളുകളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ഇതിന് പിന്നിലുള്ള ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള സംഘടനകളുടെ പ്രധാനപ്പെട്ട തലവന്മാരെ വധിക്കാൻ സൈന്യത്തിന് സാധിച്ചിരുന്നു. മോദിയുടെ സന്ദർശനത്തോടു കൂടി വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്കിനുള്ള വഴിയാണോ ഒരുങ്ങുന്നത് എന്ന ചർച്ചകളും സജീവമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ